ഹലോ, സ്റ്റഡി ഹൈവിലോട്ട് സ്വാഗതം. ഇന്ന് LGSൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന അന്റാർട്ടിക്ക. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ നേപ്പാൾ, ചൈന, പാകിസ്ഥാൻ, മ്യാൻമർ, അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി BR അംബേദ്കർ. ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ഇന്ത്യ ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന വലിയ രാജ്യമാണ് ചൈന. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപ്. ഇന്ത്യയായി കര അതിർത്തി പങ്കിടുന്ന ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ. വലുപ്പത്തിൽ 5ാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡം അന്റാർട്ടിക്ക. ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നത് ഡോക്ടർ BR അംബേദ്കർ. 2020 ഒളിമ്പിക്സ് നടന്ന സ്ഥലം ടോക്കിയോ. 2024 ഒളിമ്പിക്സ് നടന്നത് പാരീസ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. സൂര്യകിരണങ്ങൾ ആദ്യം പതിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് തന്നെയാണ്. അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിൻ്റെ കുറച്ച് പ്രത്യേകതകളാണ്: പ്രഭാത കിരണങ്ങളുടെ നാട്, ഉദയസൂര്യൻ്റെ നാട്, ഓർക്കിഡ് സംസ്ഥാനം, ചുവന്ന മലകളുടെ നാട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില. ഹിമാചൽ പ്രദേശ്, ടിബറ്റ് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില. ഉത്തരാഖണ്ഡ്, ടിബറ്റ് തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ലിബുലെ. സിക്കിം, ടിബറ്റ് ബന്ധിപ്പിക്കുന്നത് നാഹുലെ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂർ. ഇതെല്ലാം PSCക്ക് നമ്മുടെ LGSൽ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാതും ഒന്ന് നോക്കി വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. അരുണാചൽ പ്രദേശിൻ്റെ സ്പെസിഫിക്കേഷൻസ് കുറച്ച് അധികം പോയിൻറ്റ്സ് വരുന്നുണ്ട്, അതൊന്ന് പഠിക്കാൻ നോക്കുക. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.